ഡോക്ടർ TPS നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ TPS, ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ട്രംപിൻ്റെ അതിമോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ അതും ഇന്ത്യക്കെതിരെ നടത്തിയിരിക്കുന്നത് അത് വലിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനക്ഷതം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടാണ് മോദി ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്നതെന്നുള്ള ഒരു ചോദ്യമാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മോദി ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ. അദ്ദേഹത്തിന്റെ ഇലക്ഷനേറിങ്ങിന് പോയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയല്ലേ. വളരെ നിശിതമായി വിമർശിക്കേണ്ട, വളരെ രാജ്യവ്യാപകമായിട്ട് ജനങ്ങൾ ഇതിനെ എതിരെ സംസാരിക്കേണ്ട ഒരു സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി അധികമൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആദ്യം വിദേശകാര്യത്തിന് ഡിപ്പാർട്ട്മെന്റിന്റെ എനിക്ക് തോന്നുന്നു സെക്രട്ടറിയുടെ അങ്ങനെ ഒരു വാക്കിൽ ഒതുക്കിയ ഒരു മറുപടിയായിരുന്നു. പിന്നെയാണ് അതിനെ നമ്മള് ഇഷ്ടമല്ല എന്നുള്ള തരത്തിലൊരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇറക്കിയത്. എനിക്ക് തോന്നുന്നു പണ്ട് ശശി തരൂര് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. അമേരിക്കയിലുള്ള ഹെൽത്ത് എക്സ്പേർട്ടും ഹെൽത്ത് ഹെൽപ്പേഴ്സും അവിടുന്ന് രാജ്യം വിട്ടു കഴിഞ്ഞാൽ അമേരിക്കയിൽ എല്ലാവരും രോഗം പിടിച്ച് മരിക്കുന്നുള്ള സ്ഥിതിയാണ്. അവിടെ IT ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണ്ട പല ഡിപ്പാർട്ട്മെന്റുകളും ഇന്ത്യക്കാര് നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ഗ്ലോബൽ CEOമാരില് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാര്, സാമ്പത്തികമായിട്ടും ടെക്നോളജിക്കലായിട്ടും ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം. എനിക്ക് തോന്നുന്നു ട്രംപിന് ഇപ്പൊ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അകത്തു നിന്ന് തന്നെ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ നേരിടണമെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിനിടയിൽ ഒരു ചെറിയ ഫസ്റ്റ് ഇൻ അമേരിക്ക, അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആശയം പറഞ്ഞു നടക്കുന്ന ട്രംപിന് ഏറ്റവും കൂടുതൽ ആക്രമിക്കേണ്ട രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും തന്നെയാണ്. കാരണം അമേരിക്ക ഫസ്റ്റ് അല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇന്ത്യ ഫസ്റ്റും വേണമെങ്കിൽ ചൈന സെക്കൻഡും അമേരിക്ക തേർഡും ആവും എന്നുള്ള ഒരു ഭയം നല്ലപോലെ ട്രംപിനുണ്ടായിട്ടുണ്ട്. അപ്പോ ഈ തോറ്റു നിൽക്കുന്ന ഒരാളുടെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി കൊണ്ട് പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. പക്ഷെ ഉപയോഗിച്ച വാക്ക് വളരെ മോശമായിട്ടുള്ള, നീചമായിട്ടുള്ള ഒരു പ്രയോഗമായി മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് അധിപന്മാർ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ പാകിസ്ഥാൻകാര് ഇത്രയും കടുപ്പത്തിലൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ചിലപ്പം പാകിസ്ഥാൻകാരായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് നരകതുല്യമായ ഒരു കുഴി, നരകക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഭാരതം എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നീചമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ ഇത് വളരെ മോശമായിപ്പോയി. അത് പ്രധാനമന്ത്രി അതിനെ നിശിതമായി വിമർശിക്കുകയും ലോക നേതാക്കന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട ഒരു കാര്യമായിട്ട് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. അതല്ലാതെ മറ്റു രാജ്യങ്ങൾ ഇതിനെതിരെ സംസാരിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പൊ ഇന്ത്യ റെസ്ട്രെയിന്റ് കാണിക്കുകയാണ്, നമ്മൾ അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മുടെ ഭാരതീയ സംസ്കാരപ്രകാരം വേദം ഉപയോഗിക്കേണ്ടടുത്ത് വേദവും അസ്ത്രം ഉപയോഗിക്കേണ്ടടുത്ത് അസ്ത്രവും ഉപയോഗിക്കണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കൃത്യമായിട്ടും വേണം. എവിടെയാണോ നമ്മൾ താക്കീത് പറയേണ്ടത്, എവിടെയാണോ കടുപ്പത്തിൽ സംസാരിക്കേണ്ടത്, അവിടെ കടുപ്പത്തിൽ തന്നെ സംസാരിക്കണം. അഗ്രത ചതുരോ വേദ പൃച്ഛത ശശരം ധനുർ എന്നാണ്. അഗ്രത ചതുരോ വേദ, വേദങ്ങളും നല്ല വാക്കുകളൊക്കെ മുഖ നോക്കിയിട്ട് പറയാം. പക്ഷെ എവിടെ ശരവും ആയുധവും ഉപയോഗിക്കണോ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഭാരതീയ സംസ്കാരം. അപ്പൊ ഭാരതീയ സംസ്കാരം കൃത്യമായിട്ട് അറിയുന്ന ആളാണ് മോദി എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ഈ സമയത്ത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റാണ് എന്ന് നമ്മുടെ ആത്മബോധമുള്ള, ദേശീയതയുള്ള, ബുദ്ധിയും മാന്യമായിട്ടും ലോകത്തെ അല്ലെങ്കിൽ ഭാരതത്തെ അടുത്ത് കാണുന്ന ഏതൊരു ദേശഭക്തനും തോന്നേണ്ട വാക്കുകളാണ്. അപ്പൊ ഇത്തരം അപമാനകരമായ വാക്കുകൾ ഇനി പറയാതിരിക്കണമെങ്കിൽ ഇത് നിശിതമായി വിമർശിക്കേണ്ട ഒരു
കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ TPS, പലപ്പോഴും നരേന്ദ്രമോദിയുടെ പല തീരുമാനങ്ങൾ, കാരണം ഇപ്പോൾ BJP ഒക്കെ അവകാശപ്പെടുന്നത് ലോകരാജ്യങ്ങളിലൊക്കെ ഇന്ത്യ അറിയുന്നത് മോദി വഴിയാണെന്നൊക്കെ പറയുമ്പോഴും മോദി പല വിഷയങ്ങളിലും ഇത്തരത്തിൽ ഈ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നത് ഒരു വലിയ ക്ഷീണം രാജ്യത്തിനുണ്ടാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്ര മോശമായ ഭാഷയിൽ ട്രംപ് വിമർശിച്ചിട്ടും നരേന്ദ്രമോദി ഒരു അഭിപ്രായം പറയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇത്രയും ഈ ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടിയിൽ പരം ജനസംഖ്യ ഉള്ള രാജ്യത്ത് അവരോട് കാണിക്കുന്ന ഒരു നീതികേട് കൂടിയല്ലേ? അല്ല, നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലല്ലോ. മോദി എന്ന വ്യക്തിയല്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ മോദിക്ക് പല സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസപ്ഷൻ കിട്ടുന്നുണ്ട്. അമേരിക്കയിൽ പോയാൽ മോദിയെ റിസീവ് ചെയ്യുന്നു എന്ന് പറയുന്നത് മോദി എന്ന വ്യക്തിക്കല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അത്രയും പ്രാധാന്യം കിട്ടുന്നത്? അമേരിക്കയില് വർക്ക് ചെയ്യുന്ന കുറെ ജനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഡെവലപ്മെന്റ്, നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെ വലുതാണ്. നമ്മളെ ന്യൂക്ലിയർ എനർജി നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം വളരെ ഉയർന്നു പോകുന്നതാണ്. നമ്മുടെ ട്രേഡ് നല്ലതാണ്. ഈ കണക്കുകൂട്ടലുകളൊക്കെ നോക്കിയിട്ടാണ് മോദിക്ക് ബഹുമാനം കൊടുക്കുന്നത്. അല്ലാണ്ട് മോദിയുടെ കരിഷ്മ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഗുണം കൊണ്ടോ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ടോ ഒന്നുമല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദി എന്ന വ്യക്തി റെപ്രസെന്റ് ചെയ്യുന്ന ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയെ അപമാനിക്കുന്ന ഓരോ വാക്കിലും അത് ഡീപ്ലി ഡിസ്റ്റർബ്ഡ് എന്ന ഒരു വാക്കെങ്കിലും ആശങ്കാജനകമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്ന് അന്താരാഷ്ട്ര പ്രതികരണം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ആ സമയത്ത് മോദിയുടെ ഒരു ചെറിയൊരു പ്രതികരണമെങ്കിലും ഇല്ലാത്തത്, ഒരു പ്രസ്താവന ഇല്ലാത്തത് വളരെ ഖേദകരമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പല നോട്ടുകളും അവരുടെ സെക്രട്ടറിമാരും അതിനകത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് ഏത് വാക്ക് എങ്ങനെ ഉപയോഗിക്കണം പബ്ലിക്കായിട്ടൊക്കെ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ധാരണയോടുകൂടി തന്നെ പറഞ്ഞേ തീരൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രസ്താവന ലോകമെമ്പാടുമുള്ള ബാക്കി നേതാക്കന്മാരെയൊക്കെ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാവുമെന്നാണ് എൻ്റെ സാധാരണ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ, ദേശഭക്തൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. യെസ്, വളരെ നന്ദി ഡോക്ടർ TPS ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വീണ്ടും. ഈ പറഞ്ഞതുപോലെ മോദിയുടെ ഈ വാക്കുകൾ അതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പക്ഷേ മോദിയിൽ നിന്ന് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരിക. കാരണം മോദി അത്രയധികം ട്രംപിനെ, അമേരിക്കയെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പ്രസ്താവന മോദിയുടെ ഭാഗത്തു നിന്നും, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ TPSും പറഞ്ഞു വെക്കുന്നത്.